പനമ്പള്ളി നഗർ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് കവർച്ച നടന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് ഈ മോഷണം നടന്നതായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മോഷണ വിവരം ഈ വീട്ടുകാരറിയുന്നത്. വീട്ടിൽ താമസക്കാരും ഉണ്ടായിരുന്നില്ല. വീട്ടുടമയായ സ്റ്റീഫൻ ലൂയിസ് മുംബൈയിലായിരുന്നു. അദ്ദേഹം മകനൊപ്പമാണ് താമസം. ഈ വീട്ടിന് ചുറ്റും ക്യാമറകൾ അവർ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ നിന്നാണ് വീട്ടിൽ മോഷ്ടാക്കൾ കടന്ന വിവരം അവർ അറിയുകയും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2 പേരാണ് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് പണം കവർച്ച ചെയ്തതെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. സ്ഥിരം ആൾക്കാർ കുറവാണ് ഇവിടെ, കൂടുതൽ റെന്റിന് താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ സമയത്ത് നിങ്ങളിവിടെ നോക്കിക്കോ ഒരാളും ഉണ്ടാവില്ല. പിന്നെ നൈറ്റിലായാലും ശരി. പിന്നെ ബംഗാളികളൊക്കെയാണ് രാത്രി പകൽ ജോലിയും കഴിഞ്ഞൊക്കെ വന്നത്. പോലീസൊക്കെ ഒന്ന് നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഒന്ന് വെറുതെ വണ്ടി ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ടായാണ്. ഇതുണ്ടാവും. ഇതിപ്പോ ഒന്നുമില്ലല്ലോ. വീടിന്റെ മുൻവശത്തെ വാതിലാണ് ഇവർ തകർത്തിരിക്കുന്നത്. ആ വീടിനുള്ളിലും ക്യാമറകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ കടന്ന മോഷ്ടാക്കൾ എന്തൊക്കെയാണ് ചെയ്തതെന്നത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ സ്വർണ്ണാഭരണങ്ങളോ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീട്ടിനുള്ളിലെ ഒരു വലിപ്പിനുള്ളിൽ 1 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ആ പണമാണ് കവർ ചെയ്തതായിട്ട് കരുതുന്നത്. എന്തായാലും വീട്ടുകാർ എത്തിയാൽ മാത്രമേ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. ഇവിടെ ഈ പരിസരത്താണെങ്കിൽ നിരവധി വീടുകളുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രികാലങ്ങളിൽ ഇവിടെ പോലീസിന്റെ പട്രോളിംഗ് ഇല്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇനിയും നടക്കാനുള്ള ആശങ്ക അവർക്കുണ്ട്. ഈ വീട്ടിൽ താമസക്കാരില്ല എന്ന് ഉറപ്പാക്കിയാണ് ഈ മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഇവർ കയ്യുറകളൊക്കെ ധരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 2 പേർക്ക് മുഖം മൂടി ഉണ്ടായിരുന്നു. അതായത് മാസ്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ വീടിനുള്ളിൽ പ്രവേശിച്ചത്. ഇവർ ഒരു പ്രൊഫഷണലായിട്ടുള്ള മോഷ്ടാക്കളാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ആ വഴിക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ മാത്രമല്ല, ഈ വഴിയിൽ ഇവർ കടന്നുപോയിട്ടുള്ള മറ്റ് ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ച ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ മോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കൊച്ചി സിറ്റി പോലീസ് പോകുന്നത്. ഏതാനും മാസം മുമ്പാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഈ പനമ്പള്ളി നഗറിൽ തന്നെ മോഷണം നടന്നത്. പക്ഷേ മണിക്കൂറുകൾക്കകം ആ പ്രതിയെ പോലീസിന് വലയിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ 2 മോഷ്ടാക്കളെയും വേഗത്തിൽ തന്നെ പിടികൂടുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ആ ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.